ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സിംഗിൾ സൈൻ അപ്പ് വിത്ത് ഗൂഗിളാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓതൻറ്റിഫിക്കേഷൻ മിഡിൽ വെയർ NPM ആണ് പാസ്പോർട്ട്. സോ ബേസിക്കലി പാസ്പോർട്ടിൽ ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. സ്ട്രാറ്റജീസ് മീൻസ് ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും സെപ്പറേറ്റ് കോൺഫിഗറേഷൻ ആയിരിക്കും, ഫേസ്ബുക്കിനും ഗിറ്റിനും ഗൂഗിളിനെല്ലാം. സോ ഗൂഗിളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഗൂഗിൾ OAuth എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഈ രണ്ട് മൊഡ്യൂൾസും ഇൻസ്റ്റാൾ ചെയ്യാം. സോ അതിനു വേണ്ടിയിട്ട് NPM i പാസ്പോർട്ട് സ്പേസ് പാസ്പോർട്ട് -google-OAuth 20. സോ ഇത് രണ്ടും നമുക്കാദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ഇതിൽ നമ്മൾ സ്ട്രാറ്റജി കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ക്ലയൻറ്റ് ഐഡിയും ഗൂഗിൾ സീക്രട്ടും ആവശ്യമുണ്ട്. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ കൺസോളിൽ പോയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളാദ്യം ഗൂഗിളിൽ വന്നതിന് ശേഷം ഗൂഗിൾ കൺസോൾ എന്ന് സെർച്ച് ചെയ്യുക. ദെൻ ഗൂഗിൾ ക്ലൗഡ് സൈറ്റിലോട്ട് പോകും. ദെൻ അവിടെ വന്നതിന് ശേഷം റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു കൺസോൾ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ സെലക്ട് പ്രോജക്റ്റിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മൈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കീപ്പ് ചെയ്തിട്ട് ക്രിയേറ്റ്. ഓക്കെ, പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വന്നതിന് ശേഷം APIs ആൻഡ് സർവീസസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ആ ലിസ്റ്റിൽ ക്രെഡൻഷ്യൽസ്, ഇവിടെ വന്നതിന് ശേഷം പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക, മൈ പ്രോജക്റ്റ്. ക്രിയേറ്റ് ക്രെഡൻഷ്യൽസ്, ഇവിടെ OAuth ക്ലയൻറ്റ് ID. സോ ഇവിടെ വന്നതിന് ശേഷം കോൺഫിഗർ കൺസെൻറ്റ് സ്ക്രീൻ. ഇവിടെ എക്സ്റ്റേണൽ, ദെൻ ക്രിയേറ്റ്. നമുക്ക് ആപ്പിൻ്റെ പേര് കൊടുക്കാം, അതായത് ഈ നെയിമായിരിക്കും യൂസർ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ മെൻ ഫാഷൻ കൊടുക്കാം. ഇവിടെ ഒരു ഇമെയിൽ ID കൊടുക്കാം. നിങ്ങൾക്ക് ലോഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോഗോ കൊടുക്കാം. ദെൻ ഇവിടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡൊമൈൻ നെയിം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ടൈമിൽ ഇവിടെ കൊടുക്കേണ്ടി വരും. നമ്മൾ ഡൊമൈൻ ഏതാണെന്ന് വെച്ചാൽ അതെല്ലാം ഇവിടെ കൊടുക്കേണ്ടി വരും. സോ ഇത് ടെസ്റ്റ് മോഡ് ആയതുകൊണ്ട് അവിടെ ഒന്നും പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഡെവലപ്പർ കോൺടാക്റ്റ് ഇൻഫോർമേഷൻ, അവിടെ ഒരു ഇമെയിൽ ID കൊടുക്കാം. Then save and continue. ഇവിടെ നമുക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. സോ നമ്മുടെ കൺസേൺ സ്ക്രീൻ റെഡി ആയിട്ടുണ്ട്. ബാക്ക് ടു ഡാഷ്ബോർഡ്. then again credentials,
ഇവിടെ വന്നതിന് ശേഷം ക്രിയേറ്റ് ക്രെഡൻഷ്യൽസ്, ഓത്ത് ക്ലയൻറ്റ് ID, ആപ്ലിക്കേഷൻ ടൈപ്പ് വെബ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വെബ് ക്ലയൻറ്റ് 1 നമുക്കത് തന്നെ കൊടുക്കാം. താഴെ വന്നതിന് ശേഷം ഓതറൈസ്ഡ് റീഡയറക്റ്റ് URIസിൽ നമുക്ക് ആഡ് URI കൊടുക്കാം. HTTP ലോക്കൽ ഹോസ്റ്റ്, നിങ്ങളുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ നമ്പർ കൊടുക്കാം. എൻ്റെ പോർട്ട് നമ്പർ 4000/Google/callback. then add URI, add അല്ല, then create കൊടുക്കാം. ഇതാണ് നമ്മുടെ ക്ലയൻറ്റ് ID. ജസ്റ്റ് കോപ്പി, ഇവിടുന്ന് കോപ്പി ചെയ്യുക. ദെൻ പ്രോജക്റ്റിൽ വന്നതിന് ശേഷം .env ഫയലിൽ നമുക്കിത് പേസ്റ്റ് ചെയ്യാം. ഗൂഗിൾ ക്ലയൻറ്റ് ID, ദെൻ ഗൂഗിൾ ക്ലയൻറ്റ് സീക്രട്ട് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ക്ലയൻറ്റ് ഐഡിയും ക്ലയൻറ്റ് സീക്രട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിത് ഗൂഗിൾ ഓത്ത് കോൺഫിഗർ ചെയ്യാം. നമുക്കിനി സൈനപ്പ് പേജിൽ ഗൂഗിൾ ഓതൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള റൂട്ട് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് യൂസ് ഫോൾഡറിനകത്ത് യൂസർ signup.egs, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡിവിനകത്താണ് നമ്മുടെ സിംഗിൾ സൈനപ്പിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. നമുക്കിവിടെ ഒരു ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് നമുക്ക് റൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാഗായിട്ട് മാറ്റാം. ടാഗിൻ്റെ ക്ലോസിങ് താഴെ, ബട്ടൻ്റെ ക്ലോസിങ് ടാഗായിട്ട് മാറ്റാം. ദെൻ ഇവിടെ നമുക്ക് റൂട്ട് സെറ്റ് ചെയ്യാം. href റൂട്ട് വരുന്നത് auth/Google. ഓക്കെ, ഇനി നമുക്ക് ഈ റൂട്ടും പിന്നെ ഒതൻറ്റിഫിക്കേഷനും എല്ലാം നമുക്ക് കോൺഫിഗർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഫയൽ കോൺഫിഗർ എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. passport.js എന്ന് പറഞ്ഞിട്ട് നമുക്കാദ്യം പാസ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാം. const passport ഇനി നമുക്ക് പാസ്പോർട്ടിൻ്റെ തന്നെ സ്ട്രാറ്റജി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ ഓത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് ഗൂഗിൾ സ്ട്രാറ്റജി
സ്ട്രാറ്റജി. ഇനി നമുക്ക് നമ്മുടെ യൂസർ മോഡൽ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് യൂസർ റിക്വയർ models user schema. നമുക്ക് അതിന് മുന്നേ ആയിട്ട് യൂസർ സ്കീമയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതിനു വേണ്ടിയിട്ട് മോഡൽസിൽ യൂസർ സ്കീമയിൽ വരാം. അതിൽ വന്നതിന് ശേഷം നെയിമിൽ വലിയ ചേഞ്ചസ് ഇല്ല. ഇമെയിൽ സെയിം തന്നെ. ഫോൺ നമ്പറിൽ ഫോണിൻ്റെ ഫീൽഡിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. കാരണം ഗൂഗിൾ ഓതൻറ്റിഫിക്കേഷൻ്റെ സമയത്ത് അതിൽ ഫോൺ നമ്പർ ഫെച്ച് ചെയ്യുന്നില്ല. ഇമെയിൽ ഐ ഡിയും നെയിമാണ് അത് യൂസറിൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. ടൈപ്പ് സ്ട്രിങ് തന്നെ റിക്വയർഡ് ട്രൂ എന്നുള്ളത് ഫാൾസ് ആക്കണം. ഫാൾസ് ആയിട്ട് കൊടുക്കണം. പിന്നെ യുണീക്ക് എന്നുള്ള ട്രൂ, അത് ട്രൂ ഫാൾസ് ആയാലും കുഴപ്പമില്ല. ട്രൂ ആണെങ്കിൽ വേറെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റില്ല. ദെൻ ഇനി കൊടുക്കേണ്ടത് സ്പാഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. സ്പാഴ്സ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ഫോൺ നമ്പർ നെല്ലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ അത് മൾട്ടിപ്പിൾ ടൈംസ് നെൽ വാല്യൂ ആയിരിക്കാൻ അതിന് വേണ്ടിയിട്ടാണ് സ്പാഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഡീഫോൾട്ട് നെൽ വാല്യൂ ആയിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു യൂസറിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഗിൾ ID വെച്ചിട്ടായിരിക്കും. സോ അത് നമുക്ക് ഡാറ്റാബേസിൽ ഡിഫൈൻ ചെയ്യാം. ഗൂഗിൾ ID എന്ന് കൊടുക്കാം. ടൈപ്പ് സ്ട്രിങ് ആണ്. അത് യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും. യൂണീക്ക് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ദെൻ പാസ്വേഡ് ടൈപ്പ് ബൂളിയൻ. പാസ്വേഡിൻ്റെ ടൈപ്പ് സ്ട്രിങ് റിക്വയർഡ് ട്രൂ എന്നുള്ളത് ഫോൾസ് ആക്കാം. കാരണം സിംഗിൾ സൈനപ്പിൽ ഗൂഗിൾ ID ആയിരിക്കും, അതിൽ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. സോ അത് ഫോൾസ് ആക്കി കൊടുക്കണം. റിക്വയർഡ് എന്നുള്ളത് ഫോൾസ് ആക്കി. വേറെ ചേഞ്ചസ് ഒന്നും വരുത്താനില്ല. ഗൂഗിൾ ക്ലയൻറ്റ് ID ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് .env നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് env നമുക്കിനി പാസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഗൂഗിൾ സ്ട്രാറ്റജി കോൺഫിഗർ ചെയ്യാം. passport.use new Google strategy. Client ID process.env. ഇനി ക്ലയൻറ്റ് സീക്രട്ട് ഇമ്പോർട്ട് ചെയ്യാം.
ഇനി കോൾ ബാക്ക് URL നമ്മൾ സൈറ്റിൽ ഡിഫൈൻ ചെയ്ത URL /auth/google/callback. ഇനി നമുക്കൊരു അസിങ്ക് ഫംഗ്ഷൻ എഴുതാം. യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാനുള്ള ഫംഗ്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അസിങ്ക് ആക്സസ് ടോക്കൺ റിഫ്രഷ് ടോക്കൺ, പിന്നെ യൂസറിൻ്റെ പ്രൊഫൈല്, പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ഒരു ട്രൈ ക്യാച്ചിനകത്ത് എഴുതാം. ആദ്യം യൂസറിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ID വെച്ചിട്ട് let user await user dot find one. നമ്മൾ യൂസർ മോഡലിൽ ഡിഫൈൻ ചെയ്ത ഗൂഗിൾ ID എന്ന് പറഞ്ഞ ഫീൽഡ് വെച്ചിട്ടായിരിക്കും. പ്രൊഫൈലിലെ ID ആണ് ഗൂഗിൾ ID എന്ന് പറയുന്നത്. യൂസർ ഉണ്ടെങ്കിൽ കൺട്രോൾ ബാക്ക് ടു പാസ്പോർട്ട്, റിട്ടേൺ ഡൺ, null or user. എൽസ് കേസിൽ പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ യൂസർ ഈക്വൽ ടു ന്യൂ യൂസർ. യൂസറിൻ്റെ നെയിം എന്ന് പറയുന്നത് പ്രൊഫൈലിലുള്ള ഡിസ്പ്ലേ നെയിം, പ്രൊഫൈൽ ഡോട്ട് ഡിസ്പ്ലേ നെയിം. അതായത് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന അവരുടെ ഫുൾ നെയിമാണ് ഡിസ്പ്ലേ നെയിമായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം ഇമെയിൽ, പ്രൊഫൈൽ ഡോട്ട് ഇമെയിൽസ് ഡോട്ട് വാല്യൂ. then Google ID, profile dot ID, await user dot നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം റിട്ടേൺ ഡൺ. ക്യാച്ചിനകത്ത് റിട്ടേൺ ഡൺ, ഫസ്റ്റ് വാല്യൂ എറർ, ദെൻ നൾ. നമുക്കിനി പാസ്പോർട്ട് യൂസ് ചെയ്തിട്ട് സീരിയലൈസ് ചെയ്യാം. സീരിയലൈസ് ചെയ്യുന്നത് യൂസറിൻ്റെ ഡീറ്റെയിൽസ് സെഷനിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാസ്പോർട്ട് ഡോട്ട് സീരിയലൈസ് യൂസർ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതാം.
ഡൺ യൂസർ ഡോട്ട് ഐ ഡി. ഇനി സീരിയലൈസ് യൂസർ ചെയ്യണം. അത് സെഷനിൽ നിന്ന് യൂസർ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്പോർട്ട് ഡോട്ട് സീരിയലൈസ് യൂസർ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഐ ഡി ഡൺ. നമുക്കിനി പാസ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാം. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് പാസ്പോർട്ട്. ഈ ഫയല് നമുക്കിനി app.js ഫയലിൽ ആക്സസ് ചെയ്യാം. കോൺസ് പാസ്പോർട്ട് ഓക്കെ. കോൺഫിഗ് / പാസ്പോർട്ട്. നമുക്ക് ഇവിടെ താഴെ വന്നതിന് ശേഷം പാസ്പോർട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. app.useൽ ഒരു മിഡിൽ വെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. app.use പാസ്പോർട്ട് ഡോട്ട് ഇനീഷ്യലൈസ്. അതുപോലെ തന്നെ app.useൽ പാസ്പോർട്ട് ഡോട്ട് സെഷൻ. ഇപ്പോൾ പാസ്പോർട്ട് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് ആക്സസ് ചെയ്തു. ഇനി നമുക്ക് റൂട്ടിൽ നമ്മുടെ ആ പാത്തുകൾ സെറ്റ് ചെയ്യാം. ഗൂഗിൾ ഒതൻറ്റിഫിക്കേഷൻ പാത്ത്. അതിന് വേണ്ടിയിട്ട് റൂട്ട്സിൽ യൂസർ റൂട്ടർ. നമുക്കിനി ഗൂഗിൾ ഒതൻറ്റിഫിക്കേഷൻ റൂട്ടുകൾ സെറ്റ് ചെയ്യാം. റൂട്ടർ ഡോട്ട് ഗെറ്റ് ഓത്ത് ഗൂഗിൾ പാസ്പോർട്ട് ഡോട്ട് ഒതൻറ്റിക്കേറ്റ്. പ്ലാറ്റ്ഫോമിൻ്റെ പേരെടുക്കാം ഗൂഗിൾ. സ്കോപ്പ് ഡിഫൈൻ ചെയ്യാം. നമ്മൾ യൂസറിൻ്റെ നെയിം എടുക്കുന്നത് ഫെച്ച് ചെയ്യുന്നത് പ്രൊഫൈലിൽ നിന്നാണ്. സോ പ്രൊഫൈൽ, പിന്നെ യൂസറിൻ്റെ ഇമെയിൽ, അടുത്തത് റൂട്ടർ ഡോട്ട് ഗെറ്റ് സക്സസും ഫെയിലിയർ സ്റ്റേറ്റും ഹാൻഡിൽ ചെയ്യാം.
സോ അതിനുള്ള റൂട്ട് /auth ഗൂഗിൾ callback. Passport dot authenticate Google ഫെയിലർ ആകുമ്പോൾ റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ അപ്പ് പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യാം. ഇനി സക്സസ്സിന് വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് നമ്മൾ ഹോം പേജിലോട്ട്. ഇപ്പോൾ റൂട്ടും സെറ്റാക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഡാറ്റാബേസിൽ ഡാറ്റ സേവ് ആയിട്ടുണ്ട് നോക്കാം. ഡാറ്റാബേസിൽ സേവ് ആയിട്ടുണ്ട്. ഗൂഗിൾ ഐ ഡിയും കാര്യങ്ങളും യൂസർ ഡാറ്റയുടെ കൂടെ തന്നെ സേവ് ആയിട്ടുണ്ട്. സോ ഗൂഗിൾ പാസ്പോർട്ട് യൂസ് ചെയ്തിട്ട് ഗൂഗിൾ ഓതൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.